നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ബേക്ക്ഡ് ലെമൺ പുഡിംഗ് ആണ്. ഇത് ഒരു കേക്കും ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കല്ല, പക്ഷേ പുഡിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്ന ഒരു ഡെസേർട്ടാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. നാരങ്ങാനീര് വേണം 1/2 കപ്പ്, പിന്നെ നമുക്ക് പഞ്ചസാര വേണം 1 കപ്പ്, നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ വേണം, അതുപോലെ ബട്ടർ 1 ടേബിൾ സ്പൂൺ വേണം, മൈദ നമുക്ക് 3 ടേബിൾ സ്പൂൺ വേണം, പാല് 1 കപ്പ്, മുട്ട 3 എണ്ണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് പൗഡേർഡ് ഷുഗറും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിന് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ 3 മുട്ടയുടെ നമ്മൾ വെള്ളയും അതുപോലെ തന്നെ ഉണ്ണിയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലോട് വേണം നമ്മൾ ഈ വെള്ളം ഇടാനായിട്ട്. അതുപോലെ ഉണ്ണി പൊട്ടാതെ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം നല്ലതായിട്ട് പതഞ്ഞ് കിട്ടില്ല. നമ്മൾ ഈ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിക്കാൻ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 1 കപ്പ് പഞ്ചസാര. ഇതൊരു ബൗളിലേക്ക് ഇടണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് ചിരണ്ടിയതാണിത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ നാരങ്ങയുടെ തൊലിയുടെ എസൻസും ഫ്ലേവറും ഒക്കെ ഈ പഞ്ചസാരയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ നല്ല റൂം ടെമ്പറേച്ചറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഈ പഞ്ചസാരയിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ 1 കപ്പ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി പാല് ഇതിലോട്ട് ചേർക്കാം. അതുപോലെ മുട്ടയുടെ ഉണ്ണി 3 മുട്ടയാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ ഉണ്ണി 3 മുട്ടയുടെ എഗ് യോക്കുണ്ട്, ഇതും ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം. കട്ടയില്ലാതെ ഇത് നമ്മൾ എഗ് ബീറ്ററൊന്നും ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാല് ചേർക്കാം. അതുപോലെ തന്നെ നാരങ്ങാനീരും ചേർക്കാം. നമ്മൾ 1/2 കപ്പ് നാരങ്ങാനീര് എടുത്തു വെച്ചേക്കുന്നത്, ഇത് മുഴുവൻ ചേർക്കാം. നമുക്ക് 1 നുള്ള് ഉപ്പും ചേർക്കാം. ഇത് നമ്മൾ മുട്ടവെള്ളം നല്ലതായിട്ട് അടിച്ച് പതിപ്പിച്ച് വെച്ചേക്കുന്ന ഇത് കണ്ടോ, ഇത് കമത്തിയാൽ പോലും താഴെ വീഴില്ല. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അനങ്ങത്തില്ല. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ കേക്ക് കൂട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് പതയടങ്ങാതെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ബേക്ക്ഡ് ലെമൺ പുഡിങ്ങിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബേക്ക് ചെയ്യാൻ പറ്റുന്നൊരു പാത്രത്തിലൊഴിച്ച് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 175 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 40 മിനിറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച ബേക്ക്ഡ് ലെമൺ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിയാണിത്. ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചൂടോടെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഇത് കുറച്ച് ഷുഗർ പൗഡർ ഇട്ടിട്ട് വിപ്ഡ് ക്രീമിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ബേക്ക്ഡ് ലെമൺ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പം കേക്ക് പോലെ ഇരുന്നാലും ഇതിൻ്റെ അകം ഇങ്ങനെ കേക്ക് പോലത്തെ കൺസിസ്റ്റൻസി അല്ല. കുറച്ച് ഒരു പുഡിംഗ് പോലെ തന്നെ കുറച്ചൊരു ഉറയ്ക്കാത്ത അങ്ങനത്തെ ഒരു ജിഗ്ലി വോഗ്ലി കൺസിസ്റ്റൻസിയാണിത്. ഇത് തണുപ്പിച്ചും അല്ലാതെയും തന്നെ നമുക്ക് വിപ്ഡ് ക്രീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്.